എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഇവിടെ പറയാനുള്ളത് ഓരോ നക്ഷത്രക്കാരും ധരിക്കേണ്ട രത്നങ്ങളെ കുറിച്ചിട്ടാണ്. പലരും സംശയം ചോദിച്ചിട്ടുണ്ട്, ഏത് രത്നങ്ങളാണ് ഇന്ന നക്ഷത്രക്കാര് ധരിക്കേണ്ടത്, അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായ രത്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് പലരും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള രത്നങ്ങൾ ധരിക്കാനാണ് ജ്യോതിഷ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അശ്വതി, മകം, മൂലം നക്ഷത്രക്കാര് വൈഡൂര്യാണ് ധരിക്കേണ്ടത്. ഭരണി, പൂരം, പൂരാടം വജ്രം ആണ് ധരിക്കേണ്ടത്. കാർത്തിക, ഉത്രം, ഉത്രാടം മാണിക്യം. രോഹിണി, അത്തം, തിരുവോണം മുത്ത്. മകേര്യം, ചിത്തിര, അവിട്ടം ചെമ്പവിഴ. തിരുവാതിര, ചോതി, ചതയം, ഗോമേതകം. പുണർദം, വിശാഖം, പൂരുരുട്ടാതി, പുഷ്യരാഗം. പൂയം, അനിഴം, ഉത്രട്ടാതി, ഇന്ദ്രനീലം. ആയില്യം, തൃക്കേട്ട, രേവതി, മരതകം. അപ്പോൾ അനുജന്മ നക്ഷത്രക്കാര് ഒരേ തരത്തിലുള്ള രത്നങ്ങളാണ് പൊതുവെ ധരിക്കാറുള്ളത്. അതാണ് ഇവിടെയുള്ള പ്രത്യേകത. ഇപ്പം കാർത്തിക, ഉത്രം, ഉത്രാടം അനുജന്മ നക്ഷത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഓരോ അനുജന്മ നക്ഷത്രങ്ങൾക്ക് ഒരേ തരത്തിലുള്ള രത്നങ്ങൾ അങ്ങനെയാണ് ജ്യോതിഷ വിധി പ്രകാരം ധരിക്കേണ്ടത്. ഇത് നമുക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും, പിന്നെ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും. പിന്നെ ഇത് കൂടാതെ നവരത്ന മോതിരങ്ങള് അല്ലെ നവരത്നങ്ങൾ ധരിക്കുന്നത് എല്ലാവർക്കും ഏറ്റവും നല്ലതാണ്. അപ്പം പിന്നെ അതില് അങ്ങനെ ധരിക്കുമ്പോൾ ഇന്ന രത്നം ഇന്ന നക്ഷത്രം എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. നവരത്നങ്ങളാണെന്ന് വെച്ചാൽ ആർക്കും ധരിക്കാം. അതാവുമ്പോൾ നല്ല നമുക്ക് അത് ഏറ്റവും കൃത്യതയുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ട് പരിചയമുള്ള സ്ഥലത്തു നിന്ന് വാങ്ങിയിട്ട് നമ്മൾ നവരത്നങ്ങൾ മോതിരത്തിലോ മാലയിലോ ഒക്കെ ആയിട്ട് ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് ഉറപ്പ് വേണം, അത് നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല രത്നങ്ങളാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ധരിച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യവും വന്നു ചേരും. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ദേവീ ദേവന്മാരുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ.